കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ചില സമയത്ത് നമ്മൾ ഒരിക്കലും ഇതുവരെ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ആ സ്ഥലത്ത് എവിടെ താമസിക്കും, എവിടെ നിന്ന് ഭക്ഷണം കിട്ടും, എന്ത് ഭക്ഷണമാണുള്ളത്, അതിൻ്റെ അടുത്ത് തന്നെ പോയി കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അപ്പോൾ അവിടെ പോയി ചിലപ്പോൾ നമ്മൾ ചോദിച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇനിയിപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ലാതെ നമ്മളൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് ആ പോകുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഓൾ ഇൻ ഓൾ ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന ഒരു ഗൂഗിൾ ആപ്പിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. യാത്ര പോകാനുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഈ ആപ്പിൻ്റെ പേര് ഗൂഗിൾ ട്രിപ്പ് എന്നാണ്. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ട്രിപ്പ് എന്നടിക്കുന്ന സമയത്ത് ഗൂഗിൾ ട്രിപ്പ് ട്രാവൽ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ആപ്പ് കാണാം. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറയും. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് വരും. അതിൻ്റെ അകത്ത് ഓക്കെ കൊടുത്ത് നമ്മൾ പെർമിഷൻ അലോ ചെയ്താൽ നമുക്ക് യോർ ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർഫേസിലേക്കാണ് വരിക. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ട്രിപ്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. യോർ ട്രിപ്പ് എന്ന് പറയുന്ന ഈ ഇൻ്റർഫേസിൽ വേർ ഡു യു വോണ്ട് ടു ഗോ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കാണാം. അവിടെ പ്രസ് ചെയ്ത് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൊച്ചി എന്നുള്ളതാണ് ഞാൻ എൻ്റർ ചെയ്തത്. കൊച്ചിയിൽ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളറിൽ നമുക്ക് കാണാം. അത് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അതിൻ്റെ അകത്ത് ട്രിപ്പ് നെയിം ട്രിപ്പ് ടു കൊച്ചി, ഡെസ്റ്റിനേഷൻ കൊച്ചിയാണ്. നമുക്ക് വേണ്ട ഡേറ്റ് എത്രാം തീയതി പോകണു, എത്രാം തീയതി വരെ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആഡ് ഡെസ്റ്റിനേഷൻസ്, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്ക് അതും കൂടി ഡെസ്റ്റിനേഷൻസ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡൺ എന്നുള്ളത് പ്രസ് ചെയ്യാം. നമുക്ക് പോകേണ്ട സ്ഥലം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്ന സമയത്ത് വൈഫൈ കിട്ടുമോ അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഉള്ള സ്ഥലമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓൺലൈനായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അപ്പം നമ്മൾ ഓഫ്ലൈനായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിടാവുന്നതാണ്. അപ്പം നെറ്റ് ഇല്ലാത്തപ്പോഴും നമുക്ക് ഈ ഒരു ആപ്പിൽ ആ സ്ഥലത്തിൻ്റെ നമ്മുടെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ട്രിപ്പ് ടു കൊച്ചി എന്നുള്ളതിൻ്റെ താഴെ ഡൗൺലോഡ് കൊച്ചി എന്ന് കാണാം. അവിടെയുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഓൺ ആവും. അത് ഓൺ ആക്കിയിടാം. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കൊച്ചി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഓഫ്ലൈൻ ആയിരിക്കുന്ന സമയത്തും ഈ ഒരു ഡാറ്റ നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി നമ്മൾ ട്രിപ്പ് ടു കൊച്ചി എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തിങ്സ് ടു ഡു എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്യാം. അതിൽ പോകാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ഫോർട്ട് കൊച്ചിയിൽ പോകാം, മട്ടാഞ്ചേരി പാലസ്, അങ്ങനെ കൊച്ചിയിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ടോപ്പ് സ്പോട്ട്സിൽ കാണാം. കൊച്ചിയിലുള്ള ആ സ്ഥലങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാം. അതിനുശേഷം തിങ്സ് ടു ഡു എന്ന് നമ്മൾ ബാക്ക് അടിച്ച് പുറത്തേക്ക് വരികയാണെങ്കിൽ ഡേ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു പ്ലാനിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ആണ്. ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഭക്ഷണം ഇല്ലാതെ നമുക്കൊരു സ്ഥലത്ത് പോയി വരുമ്പം കാഴ്ചകൾക്കൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം യഥാസമയത്ത് വേണ്ട ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഫുഡ്, അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ്, അവിടുത്തെ ഹോട്ടൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, അവിടെ പോയിട്ട് ഭക്ഷണം എവിടേക്കാണ് ഹോട്ടൽസ്, അവിടുത്തെ ഭക്ഷണം കാര്യങ്ങൾ 5 സ്റ്റാർ ആണോ 3 സ്റ്റാർ ആണോ അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്കുള്ള ഹോട്ടൽസ് ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ കൊച്ചിയിലുള്ള പോകുന്ന ഓരോ സ്ഥലങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കൊച്ചിയിലുള്ള, ഇപ്പം ഞാൻ സെലക്ട് ചെയ്തത് കൊച്ചി ആയതുകൊണ്ടാണ് കൊച്ചി പറയുന്നത്. കൊച്ചിയിലുള്ള നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്ന ഹോട്ടൽസ് ആവട്ടെ, അത് നമ്മൾ ഓരോ പെർട്ടിക്കുലർ സാധനങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസ് നമുക്ക് കാണാവുന്നതാണ്. ഭക്ഷണത്തിനെ കുറിച്ചുള്ള അവരുടെ കമൻസ് കാണാം. അതേപോലെ തന്നെ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള ആൾക്കാരുടെ റിവ്യൂ കാണാവുന്നതാണ്. അതും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്പ് വഴി നമുക്ക് സാധിക്കും. സേവ്ഡ് പ്ലേസസിൽ നമുക്ക് ഓരോ സ്ഥലങ്ങൾ സേവ് ചെയ്ത് വെക്കാം.
പിന്നെ വേറൊരു ഓപ്ഷനാണ് റിസർവേഷൻസ്. അതായത് യാത്രയ്ക്കുള്ള ടിക്കറ്റ് കാര്യങ്ങൾ, ഫ്ലൈറ്റ് ആയിക്കോട്ടെ, അതുപോലെ മറ്റു വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. കാർ റെൻ്റലിന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നോക്കാം. ഹോട്ടൽസ്, താമസിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ജിമെയിൽ വഴി ലിങ്ക് ചെയ്തിട്ട് ആഡ് ഫ്ലൈറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാവുന്നതാണ്. യാത്ര പോകുന്നവർക്ക്, യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ആപ്പ് യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിരിക്കുമ്പോഴും എടുത്ത് അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള ഓപ്ഷൻ ഈ ഒരു ആപ്പ് വഴി കിട്ടുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ പുതിയൊരു അറിവാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.